നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നടക്കുന്നത് നമ്മുടെ തിരുവല്ല ചെങ്ങന്നൂരിനിടയിലാണ്. നമുക്ക് ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമാണ്. പക്ഷെ ഇതുപോലുള്ള തിരക്കുകളുള്ള സമയങ്ങളിൽ ഒരു വാഹനം റോഡിൽ കൂടെ ഓടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് കിട്ടുന്നില്ല. അതുപോലെ റൈറ്റ് സൈഡിലൂടെ വാഹനങ്ങൾ വരുന്ന സമയത്ത് പേടി. അതായത് ആ സമയത്തൊക്കെ എത്ര സ്റ്റിയറിംഗ് തിരിക്കണം, അതുപോലെ തന്നെ ക്ലച്ചിന്റെ കൺട്രോൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ ബാക്കിൽ വരുന്ന ഒരു വാഹനം ഓണടിക്കുമ്പോൾ പേടി, അതുപോലെ തന്നെ ആ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി വരുന്ന സമയത്ത് തട്ടും എന്നുള്ള പേടി. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്കും ഒരു വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ്. പക്ഷെ തനിയെ വാഹനം ഓടിക്കാൻ പേടി. കണ്ട, ഇതുപോലെ കയറി പോകുന്ന സമയത്ത് ആ വാഹനം തട്ടും. അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു വണ്ടി കിടക്കുമ്പോഴും ഒരു വണ്ടി വരുമ്പോൾ എത്രത്തോളം നമുക്ക് റൈറ്റിലെ വണ്ടിയെ ശ്രദ്ധിക്കണോ, ലെഫ്റ്റ് സൈഡിലെ വണ്ടിയെ ശ്രദ്ധിക്കണോ, എത്രത്തോളം സ്റ്റിയറിംഗ് തിരിക്കണം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്കും അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്ത്. നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഈ ഒരു ട്രിക്കും ടിപ്സ് എന്താണ് വീഡിയോയുടെ പറയുന്നത് വെച്ചാൽ പലർക്കും പല പല മിസ്റ്റേക്കുകളാണ്. കാരണം ഒരാളുടെ മിസ്റ്റേക്ക് അല്ല വേറെ. ഈ ഒരു കാര്യം തന്നെ ഞാനൊരു 5-8 വീഡിയോ ആയിട്ട് ഇത് തന്നെ ചെയ്യാനുള്ള കാരണം പലർക്കും തോന്നും, ഈ വീഡിയോ കാണുമ്പോഴും തോന്നും, ആ ട്രിക്കും ടിപ്സും വീഡിയോയിലെന്ന് പറഞ്ഞാൽ പോരെ, അപ്പൊ ഞങ്ങൾക്കും വാഹനം ഓടിക്കില്ലേ എന്നൊക്കെ തോന്നാം. കാരണം ഈ ഒരു ട്രിക്കും ടിപ്സ് ഞാൻ വീഡിയോയുടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ട്രിക്കും ടിപ്സും ഞാൻ പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അത് കേട്ടോണ്ട് ചിലപ്പോൾ നിങ്ങൾ അതുവഴി ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നി, ആ ട്രിക്കും ടിപ്സും കണ്ടിട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല. ചിലപ്പോൾ സംഭവം എന്താ വെച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ലായിരിക്കാം. അതുകൊണ്ടാണ് നിങ്ങൾക്കും പ്രയാസമായിട്ട് തോന്നുന്നത്. ഈ ആളിന്റെ മുഖം കാണിക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഇട്ടേക്കുന്നത്. ഞാനിപ്പോൾ ആളോട് വന്നപ്പോഴും ഞാൻ ചോദിച്ചു എന്താണ് മിസ്റ്റേക്ക് എന്ന് ചോദിച്ചു. കാരണം ഈ ആളിന് വരെ പറഞ്ഞ തോന്നിയതാണ്, ആ ട്രിക്കും ടിപ്സും വീഡിയോയുടെ പറഞ്ഞാൽ പോരെ, അപ്പൊ എനിക്ക് വണ്ടി ഓടിക്കത്തില്ലേ, ഞാൻ കുറച്ചൊക്കെ വണ്ടി ഓടിക്കുന്ന, അപ്പൊ ആ മിസ്റ്റേക്ക് ആ ട്രിക്കും ടിപ്സും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കത്തില്ല. പക്ഷെ ആളിനെ കയറ്റി ഇരുത്തി ആളുടെ മിസ്റ്റേക്കുകൾ ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങി. ആളിനോട് പറഞ്ഞ മിസ്റ്റേക്ക് അല്ല എന്ന് എന്നോട് ആള് തന്നെ മനസ്സിലായി. എന്നോട് പറഞ്ഞ വല്ല മിസ്റ്റേക്കാണോ? അല്ല. അപ്പം ആ മിസ്റ്റേക്കും പ്രകാരം ഞാൻ പഠിപ്പിക്കാൻ പോയാലോ അല്ല ഞാൻ പറഞ്ഞു കൊടുത്താലോ അതും പ്രകാരം ആ മിസ്റ്റേക്ക് വെച്ച് നമ്മൾ മറ്റുള്ളവരോടൊന്നും പറയും, എനിക്കൊന്ന് റെഡിയാക്കി തരാമോ, ഇന്ന മിസ്റ്റേക്ക് എന്നെ ഒന്ന് മാറ്റി തരാമോ എന്നൊക്കെ പലർക്കും തോന്നും. അപ്പം ആ മിസ്റ്റേക്ക് പ്രകാരം നമ്മൾ പിന്നെ ഒരാളും കൂടെ പോയി ഇങ്ങനെ അത് തന്നെ ചെയ്യുന്നോണ്ടാണ് നമുക്ക് പേടികൾ പിന്നെ കൂടി വരുന്നതും. ആ മിസ്റ്റേക്ക് അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പ്രശ്നമായിട്ട് വരുന്നത്. ഇപ്പൊ ഇത് ലൈവായിട്ട് കണ്ടില്ല, ഇപ്പൊ കല്ലിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമായി, ഇത് ലൈവായിട്ട് തന്നെ ഇങ്ങനെ ഇടാനുള്ള കാരണം നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ല. അതുകൊണ്ട് ഞാൻ എന്നോട് പറഞ്ഞ മിസ്റ്റേക്കും അല്ല. ആണോ? എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് ആണോ? അല്ല. അപ്പം ഞാൻ പറഞ്ഞ അതല്ല മിസ്റ്റേക്ക്, ഞാൻ കയറി ഇരുന്നപ്പോ ഞാൻ പറഞ്ഞ അതല്ല മിസ്റ്റേക്ക്, ഇന്നതാണ് മിസ്റ്റേക്ക്. ആ മിസ്റ്റേക്ക് മാറിക്കഴിഞ്ഞാൽ ഏത് റോഡിലും ഇന്ന റോഡിൽ ഓടിക്കാൻ ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞേ? ഏത് റോഡിൽ ഓടിക്കാന്നാ പറഞ്ഞത്. അപ്പൊ ഏത് റോഡിൽ ഓടിക്കാം, ആ മിസ്റ്റേക്ക് മാത്രം മതി, അത് മാത്രമാണ് പ്രശ്നം. അത് മാറിക്കഴിഞ്ഞാൽ ഇതുപോലെ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാണ് ഞാനിപ്പോ. അതുകൊണ്ടാണ് ഞാൻ ഇത് ലൈവായിട്ട് തന്നെ ഇടുന്നത്. കാരണം ഇവിടെ വരുന്നതായിട്ടാണ് ലെഫ്റ്റ് സൈഡിൽ വണ്ടികളുണ്ട്, തിരക്കുണ്ട്. കല്ലിശ്ശേരി ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ പലർക്കും അറിയാം. കാരണം ഈ ഏരിയയിലുള്ളവർക്ക് എല്ലാം അറിയാൻ പറ്റും. ഈ കല്ലിശ്ശേരി ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ തിരുവല്ല വിട്ട് അല്ലെങ്കിൽ ചെങ്ങന്നൂർ വിട്ട് അതിന്റെ ഇടയിലായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു നല്ലൊരു തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് ഈ കല്ലിശ്ശേരി എന്ന് പറയുന്നത്. ഈ ജംഗ്ഷനിലൊക്കെ വന്നിട്ട് പോലും ഞാൻ അങ്ങോട്ട് സ്റ്റിയറിംഗ് തിരി, അല്ലെന്നുണ്ടെങ്കിൽ ക്ലച്ച് ഔട്ട്, ബ്രേക്ക് ഔട്ട്, ഗിയർ മാറ്, അല്ലെന്നുണ്ടെങ്കിൽ അത് നോക്കി ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയുന്നതിന്റെ കാരണം, ഈ ലൈവായിട്ട് ഇടാനുള്ള കാരണം ആളിന്റെ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ ആളിനോട് പറഞ്ഞു ഏത് റോഡിലും പോകാം, ഏത് റോഡിൽ പോയാലും ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ മിസ്റ്റേക്ക് മാത്രം മാറിയാൽ മതി. ആ മിസ്റ്റേക്ക് മാറിക്കഴിഞ്ഞാൽ അത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് റോഡിൽ കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി. കാരണം ആളിന് എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് എന്താ? ലെഫ്റ്റ് സൈഡിൽ ചെയ്യണ്ടേ, പിന്നെ വലിയ വണ്ടികൾ വരുമ്പോ പേടി, പിന്നെ പാർക്കിംഗ് പ്രോബ്ലം, ഇതൊക്കെ പറഞ്ഞു. ഇപ്പൊ ആള് തന്നെ ഞാൻ പാർക്കിങ്ങിന് പ്രത്യേകം ഒന്നും ചെയ്തില്ല. ഹോട്ടലിൽ ചെന്നു, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ ഓട്ടോമാറ്റിക് അല്ലേ ചെയ്തില്ലേ, പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആള് തന്നെ അതിശയിച്ചു. കാരണം ഇങ്ങനെയാണോ, ഇതാണ് പാർക്കിംഗ്. കാരണം ഒരു മിസ്റ്റേക്ക് ഉള്ളു. ആ മിസ്റ്റേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് പാർക്കിങ്ങിന് പ്രത്യേക ഡ്രൈവിംഗ് ഇല്ല, അതെന്നുണ്ടെങ്കിൽ സൈഡ് ജഡ്ജ്മെന്റ് പ്രത്യേക ഡ്രൈവിംഗ് ഇല്ല. ആ ഒരു മിസ്റ്റേക്ക് മാറിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ. അതാണ് ഇപ്പൊ ഇങ്ങനെ. കാരണം പലർക്കും തോന്നുന്നു ഇങ്ങനെ നേരത്തെ വാഹനം ഓടിച്ച് എക്സ്പീരിയൻസ് ആയ ഒരാളായിരിക്കും വണ്ടി ഓടിക്കുന്നതെന്നൊക്കെ പലർക്കും തോന്നാം. കാരണം നമ്മുടെ മിസ്റ്റേക്കുകൾ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ മിസ്റ്റേക്കുകൾ മാറിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം വാഹനം കടന്നു പറഞ്ഞാലും നമുക്കൊരു കോൺഫിഡൻസ് ആ സീറ്റിലിരിക്കാൻ കിട്ടില്ല.
ഓരോ മിസ്റ്റേക്കുകൾ നമുക്ക് ഉണ്ടാകാനുള്ള കാരണം അത് തന്നെയാണ്. കണ്ടില്ലേ, ഇപ്പൊ ഇതുപോലെ ലെഫ്റ്റ് സൈഡ് വാഹനങ്ങൾ കിടക്കുമ്പോൾ ഓപ്പോസിറ്റ്, പ്രത്യേകിച്ച് വലിയ വണ്ടികൾ ഓപ്പോസിറ്റ് വരുമ്പോൾ, ലെഫ്റ്റ് സൈഡ് വണ്ടിയുടെ കിടക്കുമ്പോൾ ഇതുപോലെ KSRTC, അതുപോലെ തന്നെ ഇതായതല്ലേ സ്കൂൾ ബസ്, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്തെല്ലാം പലർക്കും ഈ പ്രശ്നങ്ങളും വണ്ടികൾ വരുമ്പോഴാണ് KSRTC വരുന്നത്. പലർക്കും ഈ KSRTC ആണ് ഏറ്റവും പ്രശ്നം. ചിലർക്കാണെങ്കിൽ ലോറി വരുമ്പോഴായിരിക്കും. അപ്പൊ പലർക്കും പല ഞാനിപ്പോ പറഞ്ഞ ഇന്ന മിസ്റ്റേക്കാണ്, അത് മാറിക്കഴിഞ്ഞാൽ ഇതുവഴി ഓടിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ വാഹനം ഓടിക്കണമെന്നാണ് ഈ ആഗ്രഹമാണ്. പക്ഷെ തനിയെ വാഹനം ഓടിക്കുവാൻ പേടിയാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ്. ഈ ക്ലാസ് വരുന്ന ദിവസം വരെ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി നിങ്ങൾ ക്ലാസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിച്ചിരിക്കും. പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല, ലൈസൻസ് എടുത്തതിന് ശേഷം 1-2 പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടായിരിക്കും, നിർത്തിക്കോ എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നത്, നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം, 70-75 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നു. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ്ട് വരുന്നുണ്ട്, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക.